With great power comes great responsibility. Just remember that. Babuwa. Wonder Woman, please. യെസ്, നിങ്ങൾക്ക് ഞങ്ങളുടെ കോസ്റ്റ്യൂമും ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. യെസ്, വി ആർ സൂപ്പർ ഹീറോസ്. ഐ എം ക്യാപ്റ്റൻ അമേരിക്ക. Spider-Man. സ്വന്തം പേര് ഓർമ്മയില്ല. വണ്ടർ വുമൺ. ഷീസ് അവർ വണ്ടർ ലിറ്റിൽ ഗേൾ. യാ, ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് സൂപ്പർ ഹീറോ ചലഞ്ചാണ്. എന്റെ കണ്ണിലോട്ടല്ലടാ, അങ്ങോട്ട് എന്റെ പൊന്നി. ഓക്കെ, അപ്പൊ ഇന്നത്തെ സൂപ്പർ ഹീറോ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആൾക്കാരെ സേവ ചെയ്യും. അതെ, ജനങ്ങളെ സേവിക്കുന്നു. യെസ്, ജനങ്ങളെ നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ദിവസം നമ്മൾ സൂപ്പർ ഹീറോസ് ആയിട്ട് ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇന്ന് ജനങ്ങൾക്ക് എവിടെയൊക്കെ നമ്മുടെ സഹായം വേണം, സൂപ്പർ ഹീറോസിന്റെ സഹായം വേണം, നമ്മൾ അവരെ പോയി ഹെൽപ്പ് ചെയ്യും. അതെ, നമ്മൾ അവരെ തേടി കണ്ടുപിടിച്ച് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി ചെറിയൊരു ചലഞ്ചും കൂടി ഉണ്ട്. നമ്മൾ എത്ര പേര് ഹെൽപ്പ് ചെയ്തു എന്നുള്ള കൂടിയാണ്. അതാണ് ഇന്നത്തെ ഒരു ചലഞ്ചിന്റെ രീതി. അതായത് നമ്മൾ ഫസ്റ്റ് സ്പ്ലിറ്റ് ആവും. നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് 2 ടീമായിട്ട് 2 സ്ഥലത്തോട്ട് പോകും. സ്പൈഡർമാൻ ഒരു സ്ഥലത്ത് വലിയിട്ട് പോകും, ഇങ്ങനെ ഷീൽഡിൽ നിന്ന് ഇറങ്ങി പോകും. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ് സൂപ്പർ ഹീറോ, അവനായിരിക്കും ഇന്നത്തെ വിന്നർ. ചലഞ്ച് സ്റ്റാർട്ട്സ് നൗ. ചൂടളിയാ, എന്റെ പൊന്നളിയാ, ഒന്നും പറഞ്ഞോ, ഒടുക്കത്തെ വെയില്. അങ്ങനെ വെയിലിനെ വെറുതെ പുച്ഛിച്ച് കളയരുത്. ദിസ് ഇസ് ദി ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ അവർ എർത്ത്. എടാ, വെയിൽ വെച്ച് എന്തൊക്കെ ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ സോളാർ. സോളാർ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കയറി വരുന്ന ഒരു ബിസിനസ്സാണ് സോളാർ പാനൽ ബിസിനസ്. കാരണം കേരളത്തിൽ ഇപ്പൊ 15% ആൾക്കാർ മാത്രമേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി 85% ഇത് യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സോളാർ ബിസിനസ് തുടങ്ങാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ് റിസ്റ്റോ സോളാർ ആണ്. കേരളത്തിലെ അദാനി സോളാറിന്റെ ആദ്യത്തെ ചാനൽ പാർട്ട്ണറാണ് റിസ്റ്റോ സോളാർ. 14 വർഷത്തെ വിശ്വാസം. അപ്പൊ റിസ്റ്റോ സോളാറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോ അല്ല, നിനക്ക് സ്പൈഡർമാൻ, നീ അയൺമാൻ അല്ലേ പറഞ്ഞു? എന്ത് പറ്റി? നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. അത് ഓവറാ. അതല്ല, പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാടെ ആരാണ് കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്ന്. നമുക്ക് നോക്കാം. A few moments later. ചേട്ടാ അല്ലടി, ക്യാപ്റ്റൻ അമേരിക്ക. ക്യാപ്റ്റൻ പറ. അയ്യോ, അതിന് വേണ്ടിട്ടല്ലേ കോസ്റ്റ്യൂം വലിച്ചു വന്നിരിക്കണത്, സഹായിക്കാൻ. അല്ലെ, എവിടെ സഹായിക്കാൻ? എവിടെ? അതല്ല ചേട്ടാ, പിന്നെ ഇപ്പൊ ആരോ കിടന്ന് വിളിക്കുന്നുണ്ട് സഹായത്തിന്. ഇപ്പൊ ആര് വിളിക്കണ്ടെന്നാ? എവിടെ? അങ്ങ് ദൂരെ. ഓക്കേ, ലെറ്റ്സ് ഗോ. സ്റ്റോപ്പ്. വരട്ടെ. ഓക്കേ, വരട്ടെ. ഓക്കേ, വരട്ടെ. ഇങ്ങോട്ടോ. ചേട്ടാ, ബാക്കിലോട്ട് എടുത്തോ. എടുത്തോ. കേറട്ടെ. നീ ബാക്കി പോയി നോക്ക്. കേറട്ടെ. സ്റ്റോപ്പ്. ഓക്കെ ഗായ്സ്, അപ്പോ ഞങ്ങള് ഒരാളെ പാർക്ക് ചെയ്യാൻ സഹായിച്ചിരിക്കണം അല്ലേ പാറു? ഇതൊക്കെ വലിയ സഹായമാണ്. എല്ലാം വലിയ സഹായങ്ങൾ തുടങ്ങണം കൊച്ചു സഹായങ്ങളിൽ നിന്നാണ് അല്ലേ? യെസ്, അപ്പൊ ഞങ്ങൾക്ക് 1 പോയിന്റ് പാർക്ക് ചെയ്യാൻ സഹായിച്ചതിന്. Meanwhile.
അയ്യോ അയ്യോ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. ഇതായത് ഒരൊറ്റ മനുഷ്യനെ സഹായിക്കാൻ കാണില്ല. ഓട്ട് വല വിട്ട് പറന്ന് അടക്കാന്ന് വിചാരിച്ചാ നേരെ ഹൈറ്റുള്ള ബിൽഡിംഗ് വല്ലതും ഉണ്ടാ? കാണുന്ന മൊത്തം മരം. മരം. ഈ മരത്തിൽ വല്ല ഞാൻ വലയിട്ട് പോയി നാട്ടുകാർ സിംഹാല കൊരെന്ന് പറഞ്ഞ് മേടിച്ച് സൂര്യ പിടിച്ചു കൊടുക്കും. ശരിയാവില്ല. ഇതിനിപ്പോ നമ്മളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ആരും സഹായിക്കാനും കാണുന്നില്ല. ഒരു കൂട്ടം ആൾക്കാർ. എന്റെ സ്പൈഡർ സെൻസ് പറയുന്നു നമ്മൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ കിട്ടും. അപ്പൊ അങ്ങോട്ട് പോവാം. എന്റെ പൊന്നളിയ അല്ലളി, ഇതാണ് പ്രശ്നം. യാവനേലും നല്ലത് ചെയ്യാൻ വേണ്ടി സഹായിക്കാന്നുള്ള രീതി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു തേങ്ങ കൊലയും കാണൂല. മമ്മി ഡാഡി കളക്ഷൻസ്. ഓ കട ചേട്ടാ. എന്താ അളിയാ കിട്ടി. ഒരമ്മ അവിടെ ക്രോസ് ചെയ്യാൻ നിപ്പുണ്ട്. നമുക്ക് അമ്മയെ ക്രോസ് ചെയ്യാൻ സഹായിച്ചാലാ? KSRTC ബസ് കാത്തിരിക്കുന്നതായിരിക്കല്ലേ? ആണെങ്കിൽ ചെവാളം അടിച്ചു തരും. എന്തായാലും അളിയ ക്യാമറാമാൻ താൻ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോ അമ്മ വല്ല കല്ലും പറക്കി എറിയും. ഓക്കെ അമ്മ, അമ്മ ക്രോസ് ചെയ്യാൻ നിൽക്കണം അമ്മ. എന്നാ പിന്നെ ഞാൻ സഹായിക്കട്ടാ. എന്നാ പിന്നെ ബാമ്മ. ഓക്കെ അമ്മ. അമ്മ അങ്ങോട്ട് പോണോ? ശരി അമ്മ, ശരി. ടാറ്റാ. ഓക്കെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ റെസ്ക്യൂ മിഷൻ, സഹായിക്കൽ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു പോയിന്റ്. ഇനി നമ്മുടെ അടുത്ത എരയെ തപ്പിയുള്ള പോക്കാണ് സഹോദരങ്ങളെ. എരയല്ല, നമ്മുടെ മറ്റേ നന്മ ചെയ്യാൻ വേണ്ടിയുള്ള ആളെ തപ്പുവാനുള്ള പോക്ക്. കമാൺ, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകണം? ക്യാമറ അങ്ങോട്ട്, അങ്ങോട്ട് പോവാ. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. വാ പോവാ. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ്? യെസ്, നമ്മളിന്ന് മാർക്കറ്റിൽ വന്നിരിക്കണം. വേറെ ഒന്നല്ല, ഇവിടെ നമ്മുടെ ചുമട്ട് തൊഴിലാളി യൂണിയൻ ചേട്ടന്മാരെ ഒരു ദിവസം അവർ വിശ്രമിക്കട്ടെ. ഇവരെപ്പോഴും ചാക്ക് നോക്കി കഷ്ടപ്പെടാം. അപ്പൊ ഇന്നൊരു ദിവസം അവർക്ക് വേണ്ടി ഞങ്ങൾ സഹായിക്കാൻ പോവുകയാണ്. യെസ് ഇല്ലേ? come on, let's go. അവിടെ come on. Captain America on the way. Next. Padayappa. നല്ല വിചാരിക്കണ പോലെയല്ല, നല്ല പണിയാണ് ഇവരെടുക്കണ കേട്ടാ. കഴിഞ്ഞു. യെസ്, എന്റെ പൊന്നെ നിങ്ങളെ സമ്മതിച്ചു. സൂപ്പർ ഹീറോ ഒന്നുമല്ല. ഇത്തിരി എടുത്തപ്പോഴേക്കും പരുവായി. എന്തായാലും ഇത്തിരി സഹായിക്കാൻ പറ്റിയതിന് എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട്. വണ്ടർ വുമൻ പ്ലീസ്. താങ്ക് യു സോ മച്ച്. എന്റെ കുഞ്ഞ. അപ്പൊ അത് കഴിഞ്ഞല്ലേ, അങ്ങനെ നമ്മള് ചേട്ടന്മാരെ സഹായിച്ചു. അപ്പൊ നമുക്ക് എത്ര പോയിന്റ്? അപ്പൊ 2 പോയിന്റ്സ്. നിങ്ങൾ 2 സേവിങ്സ് ആണ് നടത്തി, രണ്ട് സഹായങ്ങൾ ചെയ്തു. അപ്പൊ 2 points for us. ആ സ്പൈഡർമാൻ എന്താണോ അവിടെ കിടന്ന് ചെയ്യണം, വല വിട്ട് കളിക്കുമായിരിക്കും. Meanwhile. ഓക്കെ മാമാ, അറിയാമോ പയറുക മാംസു? അമ്മ 25 രൂപയുണ്ട്. താങ്ക് യു. ടാറ്റാ. സ്പൈഡർമാൻ്റെ ഒക്കെ ഒരു കഷ്ടപ്പാടേ. അയ്യ, ആരെയും കാണാനില്ലടേ. ഓക്കെ, അപ്പൊ അടുത്ത സഹായിക്കാൻ വേണ്ടി ഞാൻ പോണപ്പോ എന്റെ പൊന്നടിയാ, 1 പോയിന്റ് കിട്ടി. ഇനി അടുത്ത എങ്ങനെ ഒപ്പിക്കുമെന്ന് ആലോചിച്ച് നടന്നിട്ട് മക്കളേട്ടാ എന്താടാ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം? മാങ്ങ എന്താ മാവിന്ന് പറിക്കണം? ഓക്കേ, അപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുത്ത ടീമിനെ കിട്ടിയിട്ടുണ്ട്. എന്റെ അടുത്ത പോയിന്റ് ആണ് ഇരിക്കണം. എന്റെ അടുത്ത സഹായിക്കാനുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. മാങ്ങല്ലേ? എത്ര സൈസുള്ള മാങ്ങാണ്? ഇത്ര വലുത്. ഇപ്പൊ നോക്കിയോ, സ്പൈഡർ മാമൻ നിങ്ങൾക്ക് വേണ്ടി പറിച്ചു തരുന്നതാണ്. നമ്മള് സ്പൈഡർമാനൊക്കെ ശരി തന്നെ, പക്ഷെ ഇതില്ലാതെ കയറി കഴിഞ്ഞാൽ ഏത് മാനാണെങ്കിലും മണ്ട വളർന്നു വീഴും. കാണാൻ കണ്ടായിരുന്നല്ല അവിടെ, ഇവിടെ അങ്ങോട്ട് ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് നോക്കിയപ്പോ അതോ ഇരിക്കുന്നു. മാങ്ങ താട്ടുവാടാ, താഴെ വാടാ. മക്കളെ നിങ്ങൾക്കുള്ള മാങ്ങ
പിടിക്കണോ പൂച്ച പിടിക്കണേ തലേന്ന് വീഴല്ലേ ക്യാച്ച് കറക്റ്റ് തലത്തിലല്ലേ ഇത് പിടിക്കണോ ഫ്രണ്ടിലിടൂ അപ്പൊ ക്യാച്ച് പിടിക്കാ മാങ്ങ കിട്ടിയില്ലേ നിങ്ങൾ സേഫ് അല്ലേ അങ്ങനെ വോയിസ് നമുക്കുള്ള അടുത്ത ഹെൽപ്പിംഗ് പോയിന്റ് കിട്ടിയിരിക്കുകയാണ് അവർക്ക് മാങ്ങയും എടുത്തു നമ്മൾ സെറ്റ് മക്ക ഗിനി മാങ്ങ വേണോ മാമൻ എടുത്തു തരാം സ്പൈഡർ മാമൻ എടുത്തു തരും നെക്സ്റ്റ് മാങ്ങേ പാറു അപ്പൊ നമ്മളിനി അടുത്ത സഹായിക്കാൻ പോണത് വേറെ ആരുമല്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ഒരു നേരം ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളും ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാം, കണ്ടുപിടിച്ച് കൊടുക്കാം കുറച്ച് ആൾക്കാർക്ക്. ഗൈസ്, അവിടെ ഒരു അമ്മച്ചി, പാവ അമ്മച്ചി താഴത്തിരിപ്പുണ്ട്. നമുക്ക് ആ അമ്മച്ചി എടുത്ത് പോവാം. അമ്മച്ചി പേടിച്ചിട്ടാ. ഇത് ഏതവന്മാരാടാ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഭ്രാന്തന്മാരുന്നു. അമ്മച്ചി ഒരു ബിരിയാണിയാണ്, കൊടുക്ക്. പാറ് ഒരു പ്ലേറ്റും കൂടി വേണോ? കൊടുക്ക് കൊടുക്ക്. ശരി ഗൈസ്, അടുത്തതിലോട്ട് വാ. എന്നാ പാറു കൊടുത്തോ. പാറു എന്നെ ഐശ്വര്യമായിട്ട് കൊടുക്കട്ടെ. ഇല്ല ഗൈസ്, ചിക്കൻ ബിരിയാണിയാണ്. എന്നാ സാലഡ്. പോവാം പാറു. ബിരിയാണി എന്നാ പാറു കൊടുത്തു. ബാക്കി ബിരിയാണി കൊണ്ടുവരാം കേട്ടോ. ഗൈസ്, ഇവിടെ നമുക്ക് ഫുഡ് തികഞ്ഞില്ല. അപ്പോൾ ഞങ്ങളൊന്ന് മേടിക്കാൻ പോയതാണ്. ചേട്ടാ പൊറോട്ടയും മുട്ടക്കറി. പാറു കൊടുക്ക്, ചേട്ടന് കൊടുക്ക്. ഓ എന്നാ പാറു കൊടുത്തു. സന്തോഷം. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാ പൊറോട്ടയും മുട്ടക്കറിയാ കേട്ടോ. ശരി, കഴിച്ചോ, ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചോ കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ നമുക്കൊരു സന്തോഷം. സംഭവം ചലഞ്ചാണ് കാര്യങ്ങൾ, പക്ഷെ ഇത് കൊടുത്തപ്പോൾ ഒരു സന്തോഷം ഇല്ല പാറു? അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പറയണ്ടല്ലോ, ഞങ്ങൾക്ക് അടുത്ത പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ സഹായിച്ചു അല്ലേ? അങ്ങനെ 3 പോയിന്റ് കിട്ടി. 3 പോയിന്റ്സ്. ഇനിയും സഹായിക്കണം, വയ്യ, തപ്പി കണ്ടുപിടിക്കണ്ടേ ഇല്ലേ? അതല്ലേ ഞാൻ ആലോചിക്കണത്. ആ സ്പൈഡർമാൻ തിണ്ടി ഇവിടെ. ഇതാരുടെ ഷൂ ആരുടെ? നീ എന്താണ് വലവിട്ട് അവിടെ എത്തിയ? പൊന്നോടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി കയറുന്നത്. എവിടെ ഒന്ന് തിരിച്ചിറങ്ങാൻ പറ്റില്ല. എടി നോക്കി സഹായിക്കാൻ വേണ്ടി കയറിയടാ. ഇനിയിപ്പോ നിന്നാരും സഹായിക്കും അവിടെ ഇറക്കാൻ. മാങ്ങയുടെ തേങ്ങ ഒരു മാങ്ങ പറിക്കാൻ കയറിയതാ ഞാൻ ഈ അവസ്ഥയില്. കളിക്കല്ലേ? വലവിട്ട് ഇറങ്ങി വാളാ. വലവിട്ട് ഇറങ്ങി വാ. വലയൊന്നുമില്ല, നോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും സഹായിക്കണ. ഞങ്ങക്ക് വേറെ പരിപാടി ഉണ്ട്. വാ.